ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ 3ാമത്തെ യൂണിറ്റാണ്. എന്താണ് 3ാമത്തെ യൂണിറ്റിൻ്റെ നെയിം? വാട്ടർ ആൻഡ് സോയിൽ. അതിൽ വാട്ടർ എന്ന ഭാഗം നമ്മൾ 1ാമത്തെ പാർട്ട് ചെയ്തതാണ്. ഇനി സോയിൽ എന്ന ഭാഗവും ഇതിലെ ലെറ്റസ് ആക്സസ് എന്ന ആക്ടിവിറ്റീസും ഈ 2ാം ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോസും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദി ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ് അല്ലേ? മണ്ണെന്താണ് നമ്മുടെ മുറ്റത്തും അതേപോലെ നമ്മുടെ ബാക്കിയുള്ള ഗാർഡൻ അതേപോലെ എല്ലാ സ്ഥലത്തും എന്താണ് പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മണ്ണുകളാണല്ലേ ഉള്ളത്, സോയിൽസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ പ്രത്യേകതകളാണ് അതിനുള്ളത്, അതെന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ഇവർ മുള്ളംപന്നി എന്തോന്ന് പറയുന്നുണ്ടല്ലേ. വി ലീവ് ഇൻ ബോറോസ് ഇൻ ദി സോയിൽ. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, ലീവ് ചെയ്യുന്നത്? സോയിലിൻ്റെ മണ്ണിലുള്ള മാളങ്ങളിലാണ്. മണ്ണ് കൊണ്ട് കണ്ട മാളങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഐ വാസ് ഇൻ ദി സോയിൽ ആൻഡ് കെയിം ഔട്ട് വെൻ ഐ റിസീവ്ഡ് വാട്ടർ. ഞാൻ എന്താണ് മണ്ണിലാണ്, എന്താണ് വെള്ളം ലഭിച്ചപ്പോൾ ഞാൻ എന്താണ് മണ്ണിൻ്റെ പുറത്തേക്ക് വന്നു. ധാരാളം ഒരു വിത്താണല്ലേ, വിത്ത് മുളയ്ക്കാൻ നമ്മൾ മണ്ണിലിടൂലേ, വെള്ളം പാർന്ന് കൊടുക്കുമ്പോൾ ആ വിത്ത് എന്താണ് മുളച്ച് വരും അല്ലേ. ഇപ്പം നമ്മുടെ വേംസ് എന്താണ് പറയുന്നത്, എർത്ത് വേംസ് അല്ലേ, മണ്ണിര. ഐ ആം ആൾവേസ് ഇൻ ദി സോയിൽ. ഞാൻ എന്താണ് എപ്പോഴും, ആൾവേസ് എന്താണ് സോയിലാണ്, മണ്ണിലാണ്. മണ്ണിര എന്നുള്ള പേരിൽ തന്നെ ഉണ്ടല്ലേ, മണ്ണിലാണ് എപ്പോഴും അവ ജീവിക്കുന്നത്. അതിൻ്റെ ഹാബിറ്റേറ്റ്, അതിൻ്റെ വാസസ്ഥലം തന്നെ മണ്ണിലാണ്. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ദാറ്റ് ക്രിയേച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, എന്തൊക്കെ ഉപയോഗങ്ങളാണ് ക്രിയേച്ചേഴ്സിനും അതുപോലെ ജന്തുക്കൾക്കും അതേപോലെ തന്നെ പ്ലാന്റ്സിനൊക്കെ ഈ മണ്ണിൽ നിന്ന് ലഭിക്കുന്നത്? എന്തൊക്കെയാണ്? ഫോർ ഫുഡ് നീഡ്സ്, ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മണ്ണ് പ്ലാന്റ്സും അതേപോലെയുള്ള ക്രിയേച്ചേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. മണ്ണിരൻ്റെ ഫുഡ് എന്താണ് മണ്ണിൽ നിന്ന് തന്നെ കിട്ടുന്നത്, അതുപോലെ ഇതുപോലെ പ്ലാന്റ്സിനും മണ്ണിൽ നിന്ന് തന്നെ ഫുഡ് കിട്ടുന്നുണ്ട്. സോയിൽ ഈസ് ദി ഹാബിറ്റേറ്റ് ഓഫ് സം ക്രിയേച്ചേഴ്സ്. ചില ക്രിയേച്ചേഴ്സിന്റെ ഹാബിറ്റേറ്റ് ആണ്, വാസസ്ഥലമാണല്ലേ. മണ്ണിരയുടെ വാസസ്ഥലം മണ്ണ് തന്നെയല്ലേ. ടു മേക്ക് ബറോസ് അല്ലേ, ഇങ്ങനത്തെ കൂടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കൊണ്ടാണ് ഇങ്ങനത്തെ കൂടുകൾ ഉണ്ടാക്കുന്നത് അല്ലേ. ഫോർ പ്ലാന്റ്സ് ടു ഗ്രോ, പ്ലാന്റ്സിന് എന്താണ് വളരാൻ വേണ്ടിയിട്ട്, ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. മണ്ണിലല്ലേ പ്ലാന്റ്സ് ഉണ്ടാവുന്നത്. ഹൗ അബൌട്ട് അസ്, എങ്ങനെയാണ് നമുക്ക് മണ്ണ് യൂസ്ഫുൾ ആവുന്നത്, ഉപകാരപ്രദമാകുന്നത്? ഫോർ ഫാമിംഗ് അല്ലേ, കൃഷിക്ക്, അതായത് കൃഷി ആവശ്യങ്ങൾക്ക് മണ്ണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. മണ്ണിലാണ് വായയും നെല്ലൊക്കെ നമ്മൾ പ്ലാന്റ് ചെയ്ത് കുഴിച്ചിട്ടിട്ട് വളർത്ത് കൃഷിയായിട്ട് ഉണ്ടാക്കാറ് മണ്ണിലാണല്ലേ. ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ, വീട് നിർമ്മാണത്തിനല്ലേ, വീട് ഹൗസ് കൺസ്ട്രക്ട് ചെയ്യാൻ, അതായത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. വീട് നിർമ്മാണം നമ്മൾ എന്താണ് കല്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ മണ്ണൊക്കെ തേച്ചിട്ട് എന്താണ് ഈ മണ്ണിനോടാണ് കല്ലുണ്ടാക്കുന്നതല്ലേ. അങ്ങനെ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെ ആയിട്ട് നമ്മൾ എന്താണ് വീട് ഉണ്ടാക്കാറുണ്ട്. ഫോർ മേക്കിംഗ് ബ്രിക്സ്, ടൈൽസ് എക്സെട്ര അല്ലേ, ചട്ടി, കലം, ഓട് തുടങ്ങിയ സാമഗ്രികൾ നിർമ്മിക്കുന്നതിന് അല്ലെ. ഓടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓടില്ലേ നമ്മളെ വീടിന്റെ മുകളിലിടുന്ന ഓട് അല്ലെ, കലം, ചട്ടി, അതൊക്കെ മണ്ണ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ, മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഫോർ ഗ്രോയിങ് പ്ലാന്റ്സിലെ, സസ്യങ്ങൾ വളർത്തുന്നതിന്. പ്ലാന്റ്സ് എന്താണ് ഗ്രോ ചെയ്യാൻ, എന്താണ് വളരാൻ വേണ്ടിയിട്ട് മണ്ണ് ആവശ്യമാണ്, മണ്ണിലല്ലേ നമ്മൾ കുഴിച്ചിടാറ്. ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ക്ലേ ക്രാഫ്റ്റ്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന്. അതായത് ക്ലേ കൊണ്ടില്ലേ, കളിമണ്ണ് കൊണ്ട് നമ്മൾ എന്താണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും അല്ലേ. പാത്രങ്ങൾ, ഓരോ ക്രാഫ്റ്റ് ഐറ്റംസ്, ഓരോ ചട്ടിക്കല്, പാത്രക്കായിട്ട് അങ്ങനത്തെ ഓരോ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കും ഇല്ലേ. അതിനൊക്കെ എന്താണ് ക്ലേ അല്ലേ, കളിമണ്ണാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. മോഡൽസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ക്ലേ അല്ലെ, മൺരൂപങ്ങൾ നിർമ്മിക്കാം. ഓരോ ക്ലേ ഉപയോഗിച്ചില്ലേ, കളിമണ്ണ് കൊണ്ട് ഇതുപോലത്തെ ഓരോ രൂപങ്ങൾ കണ്ടോ, എന്താ ആനിമൽസിന് ഓരോ രൂപങ്ങൾ നമ്മൾ എന്താണ് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, ക്ലേ കൊണ്ട് മോഡൽസ് ഉണ്ടാക്കാറുണ്ട്. ലെറ്റസ് ക്രിയേറ്റ് മോഡൽസ്. നമുക്ക് എന്താണ് ഇതുപോലെ ഒരു മോഡൽ അല്ലേ, ഒരു രൂപം ഉണ്ടാക്കാം. ഹാവ് യു സീൻ ദി മോഡൽസ് ക്രിയേറ്റഡ് ഫ്രം ക്ലേ. ക്ലേയിൽ നിന്നല്ലേ കളിമണ്ണ് കൊണ്ട് മോഡൽസ്, ഇതുപോലത്തെ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലെറ്റസ് ട്രൈ ടു മേക്ക് സച്ച് മോഡൽസ്. ഇതുപോലത്തുള്ള രൂപങ്ങൾ എന്താണ് മോഡൽസ് നമുക്കും ഉണ്ടാക്കി നോക്കാം. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കില്ലേ, ഇതേപോലെ കളിമണ്ണ് എടുത്തിട്ട് പാടുണ്ടാവില്ലേ, വയലുകളിലൊക്കെ ഉള്ള കളിമണ്ണ് എടുക്കുക, എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഓർഗനൈസ് ആൻ എക്സിബിഷൻ വിത്ത് ദി മോഡൽസ് ദാറ്റ് യു ക്രിയേറ്റഡ്. നിങ്ങൾ ഉണ്ടാക്കിയ മോഡൽസ്, രൂപങ്ങൾ വെച്ചിട്ട് എന്താണ് ഒരു എക്സിബിഷൻ ഉണ്ടാക്കുക, അതായത് അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എന്താണ് ഒരു എക്സിബിഷൻ പോലെ കണ്ടക്ട് ചെയ്യുക. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി സോയിൽ യൂസ്ഡ് ടു ക്രിയേറ്റ് ഷേപ്സ്. നമ്മുടെ ഷേപ്സിലെ രൂപങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സോയിലിന് മണ്ണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മണ്ണിൻ്റെ കളർ എന്താണ്, ഷേപ്പ് എങ്ങനെയാണ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. എക്സാമിൻ ദി കളർ ആൻഡ് ദി സൈസ് ഓഫ് ദി ഗ്രെയിൻസ്. അതിൻ്റെ കളറും അതിൻ്റെ തരികളുടെ വലിപ്പവും സൈസും എങ്ങനെയൊക്കെയാണ്. ഒരു ബ്ലാക്കിഷും ബ്രൗണിഷും ഒക്കെ ആയിട്ടുള്ള കളറുകളിലാണ് ഉണ്ടാവല്. അതേപോലെ തന്നെ ഗ്രെയിൻസിലെ അതിലുള്ള തരികൾ ഉണ്ടാവില്ലേ, മൺതരികൾ വളരെ ചെറുതായിരിക്കും, ടൈനി ആയിട്ടുള്ള മൺതരികളായിരിക്കും. ആർ ദി സോയിൽ സീൻ അറൗണ്ട് അസ് ദി സെയിം. നമ്മുടെ ചുറ്റുമുള്ള മണ്ണുകളെല്ലാം സെയിം ആണോ, ഒരുപോലെയാണോ? നോ, അല്ല, എല്ലാം ഡിഫറെൻ്റ് ആണല്ലേ. ഓരോ സ്ഥലത്ത് നമ്മുടെ മുറ്റത്തുള്ള മണ്ണായിരിക്കില്ല നമ്മുടെ പൂന്തോട്ടത്തിലുള്ള മണ്ണ് അല്ലേ. ഓരോ സ്ഥലത്തും ഓരോ തരത്തിൽ ഓരോ കളറിലും ഡിഫറൻസ് ഉള്ള മണ്ണുകളാണ്. ലെറ്റസ് എക്സാമിൻ. കളക്ട് സോയിൽ ഫ്രം യുവർ സ്കൂൾ കോർട്ട്യാർഡ് അണ്ടർനീത്ത് എ ട്രീ, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. എവിടേക്കുള്ള മണ്ണുകളാണ് കളക്ട് ചെയ്യാൻ പറഞ്ഞത്? സോയിൽ കളക്ട് ചെയ്യുക എവിടെ? നിങ്ങളുടെ സ്കൂൾ മുറ്റത്തുള്ള മരത്തിൻ്റെ ചുവട്ടിലുള്ള മണ്ണ്,
ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ പൂന്തോട്ടത്തിലുള്ള മണ്ണ് ആൻഡ് പ്ലേ ഗ്രൗണ്ട് കളിസ്ഥലത്തുള്ള മണ്ണ്. അങ്ങനത്തെ ഓരോ സ്ഥലത്തുള്ള മണ്ണും എന്താണ് കളക്ട് ചെയ്യാൻ ശേഖരിക്കാനാണ് പറഞ്ഞത്. ഒബ്സർവ് ദി സോയിൽ ആൻഡ് കംപ്ലീറ്റ് ടേബിൾ. എന്നിട്ട് എന്താണ് ആ സോയിൽ മണ്ണെന്താണ് നിരീക്ഷിക്കുക, എന്നിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. സ്കൂൾ കോർട്ട്യാർഡിലെ സ്കൂൾ മുറ്റത്തുള്ള മണ്ണിൻ്റെ കളർ എന്താണ്? കളർ ഓഫ് ദി സോയിൽ. ബ്രൗൺ കളറിലുള്ള മണ്ണുണ്ടാവാറുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ റെഡിഷ് ബ്രൗൺ, അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതർ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ. സൈസ് ഓഫ് ഗ്രെയിൻസ് ബിഗ്. അതിലുള്ള തരികൾ ഉണ്ടാവില്ലേ, മണ്ണിലുണ്ടാകുന്ന തരികൾ എന്താണ്? നല്ല വലിപ്പമുള്ളതായിരിക്കും. ഡ്രൈ സോയിലായിരിക്കും, അത് വരണ്ട മണ്ണായിരിക്കും ഉണ്ടാവുക. സ്കൂൾ മുറ്റത്തല്ലേ, നനഞ്ഞിട്ടല്ലല്ലോ ഉണ്ടാവില്ല, നല്ല ഡ്രൈ ആയിട്ട് വരണ്ട് കിടക്കായിരിക്കും ഉണ്ടാവുക. അണ്ടർനീത്ത് എ ട്രീ. ഈ ട്രീൻ്റെ അടിയിലായിട്ടില്ലേ, മരങ്ങൾക്കടിയിലുള്ള മണ്ണിൻ്റെ കളർ എന്താണ്? ഡാർക്ക് ബ്രൗൺ കളറാണ് ഉണ്ടാവുക. അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സോഫ്റ്റ് മോയിസ്റ്റ് സോയിൽ. മണ്ണ് എങ്ങനെ ആയിരിക്കും? ഒരു നനവുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള മണ്ണായിരിക്കും മരത്തിൻ്റെ അടിയിൽ ഉണ്ടാവുക. നല്ല നനവുള്ള ചെറിയൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലായിരിക്കും. സ്മോൾ മീഡിയം സൈസ്ഡ് ഗ്രെയിൻസ്. അതിലുള്ള തരികൾ, മണൽത്തരികൾ, ഗ്രെയിൻസ്. ചെറുതും ഒരു മീഡിയം സൈസ്, വലുതുമല്ല പറ്റ ചെറുതുമല്ല, അതിൻ്റെ ഇടയിലായിട്ടുള്ള മൺതരികളായിരിക്കും ഉണ്ടാവുക. ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, അതായത് ജൈവവൈവിധ്യ ഗാർഡൻ. അവിടെയുള്ള മണ്ണിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് കളറ്. സൈസ് ഓഫ് ഗ്രെയിൻ സ്മോൾ. അതായത് മണൽത്തരികൾ എന്താണ്? മൺതരികൾ എന്താണ്? സ്മോൾ, വളരെ ചെറുതായിരിക്കും. വെറ്റ് സോയിൽ വേം കാസ്റ്റിങ്സ്. വെറ്റ് സോയിലെ നനഞ്ഞ മണ്ണായിരിക്കും. വേം കാസ്റ്റിങ്സ്, അതായത് മണ്ണിരള്ള കാസ്റ്റിങ്സ്, മണ്ണിരൻ്റെ അംശമുള്ള മണ്ണായിരിക്കും. അങ്ങനെ എന്താണ്? ഈ വേസ്റ്റൊക്കെ ഉള്ള പ്ലാന്റ്സിൻ്റെ വേസ്റ്റും അതിൽ നിന്ന് മണ്ണിരയൊക്കെ ഉള്ള ഒരു ജൈവവൈവിധ്യമായിട്ടുള്ള മണ്ണല്ലേ, അപ്പോൾ എന്താ ഒരു ബ്ലാക്ക് കളറിൽ മണ്ണിരൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു നനഞ്ഞ അങ്ങനത്തെ മണ്ണായിരിക്കും ഉണ്ടാവുക. പ്ലേ ഗ്രൗണ്ട് കളിസ്ഥലത്ത് ഗ്രേയിഷ് ബ്രൗൺ കളറാണ് ഉണ്ടാവുക. അല്ലെ റെഡിഷ് കളറിലുള്ള പ്ലേ ഗ്രൗണ്ടുകളുണ്ട്. സൈസ് ഓഫ് ഗ്രെയിൻസ് ബിഗ്, നല്ല ബിഗ് ആയിട്ട് നല്ല വലിപ്പമുള്ള മൺതരികളാണ് ഉണ്ടാവുക. ഹാർഡ് ഡ്രൈ സോയിലാണല്ലേ, നല്ല ഉറപ്പുള്ള ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് ഉണ്ടാവുക, അല്ലെ വരണ്ട മണ്ണാണ് ഉണ്ടാവുക, നനവുള്ള മണ്ണല്ല ഉണ്ടാവുക. ഡു ആൾ ദി സോയിൽ ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദി സെയിം കളർ. നിങ്ങൾ കളക്ട് ചെയ്ത എല്ലാ മണ്ണിനും ഒരേ കളറാണോ? അല്ല, നോ, അല്ലെ ഡിഫറെൻറ്റ് കളറാണുള്ളത്. ആർ ദർ ഡിഫറൻസ് ഇൻ ദി സൈസ് ഓഫ് ഗ്രെയിൻസ്. അവയ്ക്ക് എന്താണ്? അവരുടെ മൺതരികൾക്ക് എന്താണ് വ്യത്യാസമുണ്ടോ? അതിൻ്റെ സൈസിന് വ്യത്യാസമുണ്ടോ? യെസ്, വ്യത്യാസമുണ്ടല്ലേ. ചിലത് സ്മോളാണ്, ചിലത് ബിഗ് സൈസാണ് അല്ലേ. ഉള്ള മൺതരികൾക്ക് വ്യത്യാസമുണ്ട്, അതിൻ്റെ സൈസിൽ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. റൈറ്റ് ദി ഫൈൻഡിങ്സ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങളുടെ ബുക്കിൽ എന്താണ് നിങ്ങളുടെ ഫൈൻഡിങ്സ് എഴുതുക. സ്റ്റോറി ഓഫ് ദി സോയിൽ. സോയിലിൻ്റെ കഥ, സ്റ്റോറി എന്താണ്? ഫ്രണ്ട്സ്, യു നോ മീ. കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, അറിയാമല്ലോ. ഐ ആം ദി സോയിൽ. ഞാനാണ് മണ്ണ്. ഐ ആം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഞാൻ എന്താണ്? പല തരത്തിലും പല വിധത്തിലുണ്ട്, അതായത് വ്യത്യസ്ത തരത്തിലുണ്ട്. മൈ നേച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. എൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഓരോ പ്രദേശത്തും എൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും, ഡിഫറെൻ്റ് ആണ്. പ്ലേസിനനുസരിച്ച് ഓരോ പ്ലേസിലും ഓരോ നേച്ചറായിരിക്കും ഉണ്ടാവുക. ദർ ആർ ലാക്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് മെനി other കോമ്പൗണ്ട്സ് ഇൻ മീ. ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും പല ജൈവ ഘടകങ്ങളും എന്നിലുണ്ട്. ലക്ഷക്കണക്കിന് മൈക്രോ ഓർഗാനിസംസ്, അതായത് നമുക്ക് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികൾ, ചെറിയ ജീവികളുണ്ട്. എൻ്റെ മെനി other കോമ്പൗണ്ട്സ്, ജൈവ ഘടകങ്ങളും എന്നിലുണ്ട്. ഐ ബിക്കം ലൈക്ക് ദിസ് ത്രൂ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ പ്രോസസ്. ആയിരക്കണക്കിന് വർഷത്തെ നിരന്തരമായ ജൈവ അജൈവ പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത്. ത്രൂ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, ആയിരക്കണക്കിന് വർഷങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് നിരന്തരമായിട്ടുള്ള ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ, ജൈവ അജൈവ പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ ഈ വിധത്തിൽ രൂപപ്പെട്ടത്. യു ഹാവ് റീഡ് ദി ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി ഓഫ് ദി സോയിൽ. മണ്ണിൻ്റെ കഥ അല്ലേ, മണ്ണിൻ്റെ സ്റ്റോറി എന്താണ് നമ്മളിപ്പോൾ വായിച്ചു അല്ലേ. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രോസസ് ത്രൂ വിച്ച് ദി സോയിൽ ഈസ് ഫോംഡ്. ഇങ്ങനെ മണ്ണ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ചിട്ട് നിങ്ങളെന്താണ് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് മണ്ണിൻ്റെ കഥ നിങ്ങളൊന്ന് പൂർത്തിയാക്കി നോക്കൂ. വിത്തിൻ ദി സോയിൽ, മണ്ണിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? വിച്ച് ആർ ദി ക്രിയേച്ചേഴ്സ് ദാറ്റ് ലീവ് വിത്തിൻ ദി സോയിൽ. മണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഏതൊക്കെ ക്രിയേച്ചേഴ്സാണ് ജീവിക്കുന്നത്, ലീവ് ചെയ്യുന്നത്? വേംസ് ഉണ്ട്, പുഴുക്കളുണ്ട്, എർത്ത് വേംസ് ഉണ്ട്, പിന്നെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ആൻഡ് ലിയോൺ, കുയ്യാനകളുണ്ട്. ഒബ്സർവ് ദി സോയിൽ ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. ഹാൻഡ് ലെൻസിലെ കയ്യിൽ പിടിക്കുന്ന ലെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ ചുറ്റുഭാഗത്തുള്ള മണ്ണെന്താണ് ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതേപോലെ നിരീക്ഷിക്കുക, മണ്ണ് കയ്യിലെടുത്തിട്ട് ലെൻസ് വെച്ച് നോക്കുക. വിച്ച് ക്രിയേച്ചേഴ്സ് വെർ യു ആബിൾ ടു ഫൈൻഡ്. നിങ്ങൾക്ക് ഏതൊക്കെ ക്രിയേച്ചേഴ്സിനെയാണ് കാണാൻ കഴിയുന്നത്? മണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? വേംസ്, പുഴുക്കളെ നമുക്ക് കാണാം, എർത്ത് വേംസിനെ കാണാം, വൈറസും ബാക്ടീരിയ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല, അത് കാണാൻ കഴിയാത്ത മൈക്രോ ഓർഗാനിസംസ് ആണ്. പിന്നെ എന്തിനൊക്കെ കാണാം? ആൻഡ് ലിയോൺ, കുയ്യാനയെ കാണാം അല്ലേ. വെർ ഡു ദേ ഗെറ്റ് ദി ഫുഡ്, വാട്ടർ ആൻഡ് ദി എയർ ദാറ്റ് ദേ നീഡ്. അവർക്ക് ആവശ്യമായ വാട്ടർ, വെള്ളവും വായുവും ഫുഡും ഭക്ഷണവും ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അല്ലേ, മണ്ണിലുള്ള ജീവികൾക്ക് മണ്ണിൽ നിന്ന് തന്നെ കിട്ടും. ഫ്രം ദി സോയിൽ. ലെറ്റ് us ഡു സം എക്സ്പെരിമെൻറ്റ്സ് ടു ഫൈൻഡ് ഇറ്റ്.
ലെറ്റസ് ഡു സം എക്സ്പെരിമെൻറ്റ്സ് ടു ഫൈൻഡ് ദിസ് ഔട്ട്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. മണ്ണിൽ എന്താണ് എയർ ഉണ്ടോ, വാട്ടർ ഉണ്ടോ, ഫുഡ് ഉണ്ടോ എന്നൊക്കെ മണ്ണിൽ നിന്നല്ലേ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. എയർ ഇൻ ദി സോയിൽ. ഈസ് ദർ എയർ ഇൻ ദി സോയിൽ? സോയിലിലെ മണ്ണിൽ എന്താണ് എയർ ഉണ്ടോ, വായു ഉണ്ടോ? യെസ്, ഉണ്ട് അല്ലേ. ഹൗ ക്യാൻ ബി ഫൈൻഡ് ഔട്ട്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ. ഏതാനും ഉണങ്ങിയ മൺകട്ടകൾ എടുക്കുക. ഡ്രൈ ആയിട്ടുള്ള സോയിലിൻ്റെ മണ്ണിൻ്റെ കട്ടകൾ എടുക്കുക. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ്. ഒരു ഗ്ലാസ്സിൽ എന്താണ് കുറച്ച് വെള്ളം എടുക്കുക. ആൻഡ് പുട്ട് ദി സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. അതിലേക്ക് എന്താണ് ആ മൺകട്ടകൾ ഇടുക അല്ലേ. സോയിലിൻ്റെ ക്ലംസ് എന്താണ് മണ്ണിൻ്റെ കട്ടകൾ ഈ വെള്ളത്തിലേക്ക് ഇടുക. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താണ് സംഭവിക്കുന്നത്? റൈറ്റ് ദി ഫൈൻഡിങ്സ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഷെയർ ദി ഫൈൻഡിങ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്താണ് നിങ്ങൾ കണ്ടതെന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതുക. എന്താണ് നിങ്ങൾ കണ്ടതില്ലേ? ഈ മൺകട്ടകൾ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ എന്താണ് എയർ ബബിൾസ് വരുന്നത് കാണാം. വി ക്യാൻ സീ എയർ ബബിൾസ് ഇൻ ദി ഗ്ലാസ്. അതായത് ഈ സോയിലിൽ എന്താണ് എയർ ഉണ്ടല്ലേ. എയർ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ സോയിലിൻ്റെ കട്ടകൾ ഈ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ബബിൾസ്, എയർ ബബിൾസ് വന്നത്. വാട്ടർ ഇൻ ദി സോയിൽ. സോയിലിൽ എന്താണ് വെള്ളമുണ്ടോ? നമ്മളിപ്പോൾ വായു ഉണ്ടോയെന്നല്ലേ, എയർ സോയിലിൽ ഉണ്ടെന്ന് കണ്ടെത്തി. ഇനി എന്താണ് ആർ ദർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദി സോയിൽ. ഇനി സോയിലിൽ എന്താണ് വെള്ളത്തിൻ്റെ അംശമുണ്ടോ എന്ന് കണ്ടെത്താം. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? എങ്ങനെ കണ്ടുപിടിക്കാം? കളക്ട് ദി സോയിൽ ഫ്രം ദി ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. അതായത് ബയോഡൈവേഴ്സിറ്റി ഗാർഡനിലുള്ള സോയിൽ മണ്ണ് കളക്ട് ചെയ്യുക. അതായത് ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് ശേഖരിക്കുക, മണ്ണെടുക്കുക. ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ. ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ ആ മണ്ണ് നിറയ്ക്കുക. അതായത് സുതാര്യമായ നമുക്ക് കാണാൻ കഴിയുന്ന ബോട്ടിലുണ്ടാവില്ലേ, അങ്ങനത്തെ സുതാര്യമായ ബോട്ടിൽ എന്താണ് ആ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ മണ്ണ് നിറയ്ക്കുക. ക്ലോസ് ദി ബോട്ടിൽ എന്താണ് അടയ്ക്കുക, ക്ലോസ് ചെയ്യുക. ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ സൺലൈറ്റ്. അതെന്താണ് വെയിലത്ത് വെക്കല്ലേ, സൺലൈറ്റിൻ്റെ അടുത്തായിട്ട് വെക്കുക. എക്സാമിൻ ഇറ്റ് ആഫ്റ്റർ 10 മിനിറ്റ്സ്. എന്താണ് 10 മിനിറ്റ്സിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താണ് അത് എക്സാമിൻ ചെയ്യുക, പരിശോധിക്കുക. എന്താണ് നിങ്ങൾ കണ്ടത്? വാട്ട് ചേഞ്ചസ് ഡിഡ് യു ഫൈൻഡ്? എന്തൊക്കെ ചേഞ്ചസ് ആണ്, മാറ്റങ്ങളാണ് നിങ്ങൾ കണ്ടത്? വാട്ട് ഈസ് സീൻ ഓൺ ദി സൈഡ്സ് ഓഫ് ദി ബോട്ടിൽ. ബോട്ടിലിൻ്റെ സൈഡുകളിൽ എന്താണ് വശങ്ങളിൽ എന്താണ് നിങ്ങൾ കണ്ടത്? വി ക്യാൻ സീ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻസൈഡ് ദി ബോട്ടിൽ. ബോട്ടിലിൻ്റെ ഉള്ളിലായിട്ട് ഇൻസൈഡായിട്ട് നമുക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തിൻ്റെ ഡ്രോപ്പുകൾ, വെള്ളത്തുള്ളികൾ കാണാം. മണ്ണെടുത്ത് കുപ്പിയിലാക്കി സൺലൈറ്റിൽ നല്ല വെയിലുള്ള സമയത്ത് എന്താണ് നമുക്ക് തന്നെ വിയർത്ത് നമ്മുടെ മേത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വരാറുണ്ടല്ലേ, വിയർത്ത് വരാറുണ്ടല്ലേ. അതേപോലെ തന്നെ വെയിലത്ത് വെക്കുമ്പോൾ എന്താണ് ഈ കുപ്പിൻ്റെ ഉള്ളിലായിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തിൻ്റെ തുള്ളികൾ, വെള്ളത്തുള്ളികൾ നമുക്ക് കാണാൻ കഴിയും. ബയോമാസ് ഇൻ ദി സോയിൽ. ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് വിത്ത് ദി സോയിൽ ഫ്രം ദി ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഒരു ഗ്ലാസ്സിൽ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണ് പകുതി നിറക്കുക. അതായത് ഹാഫ് ഓഫ് എ ഗ്ലാസ്സിൻ്റെ പകുതിയായിട്ട് എന്താണ് ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്ന് എടുത്ത മണ്ണ്, സോയിൽ എന്താണ് ഫില്ല് ചെയ്യാൻ, നിറയ്ക്കാനാണ് പറഞ്ഞത്. പോർ വാട്ടർ ഇൻ ടു ദിസ്. അതിലേക്ക് എന്താണ് വെള്ളം ഒഴിക്കുക. ആൻഡ് മിക്സ് വെൽ. എന്നിട്ട് എന്താണ് മിക്സ് ചെയ്യുക, ഇളക്കുക. വാട്ട് ക്യാൻ യു സീ? നിങ്ങൾ എന്താണ് കാണുന്നത്? പ്രിപ്പയർ ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട്. എന്താ കാണുക? ഇങ്ങനെ ഇളക്കുമ്പോൾ എന്താണ് കാണുക? മണ്ണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കാനാണ് പറഞ്ഞത്. വി ക്യാൻ സീ ഡ്രൈ ലീവ്സ് ആൻഡ് പാർട്സ് ഓഫ് സ്റ്റെം ഇൻ ദാറ്റ്. അതിലെന്താണ് നമുക്ക് ഡ്രൈ ആയിട്ട് ഉണങ്ങിയ ലീവ്സും ഉണങ്ങിയ ഇലകളും സ്റ്റെമ്മിലെ കൊമ്പുകളുടെ പാർട്സും, കൊമ്പിൻ്റെ കഷ്ണങ്ങളും നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതെന്താണ് ബയോഡൈവേഴ്സിറ്റിയിലുള്ള ജൈവ വൈവിധ്യത്തിലുള്ള മണ്ണാണ് എടുത്തതല്ലേ. അപ്പോൾ അതിലെന്താണ് ഉണങ്ങിയ ഇലകളും കൊമ്പുകളും അല്ല പ്ലാന്റ്സിൻ്റെ ഓരോ പാർട്സ് അതിൽ വീണ് കിടക്കുന്നതുണ്ടാവും അല്ലേ. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ എന്താണ് ബയോമാസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ബയോമാസിൽ എന്തൊക്കെ ഉണ്ടാകും? ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, എന്താണ് ഉണങ്ങിയ ഇലകൾ ഉണ്ടാവും. പാർട്സ് ഓഫ് സ്റ്റെമ്മ്, മരത്തിൻ്റെ കൊമ്പില്ല അതിൻ്റെ പാർട്സ്, ഭാഗങ്ങൾ. റിമൈൻസ് ഓഫ് ക്രിയേച്ചേഴ്സ്, ഓരോ ക്രിയേച്ചേഴ്സിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് ജീവികളുടെ അവശിഷ്ടങ്ങളും ഉണങ്ങിയ ഇലകളും കമ്പ് കഷ്ണങ്ങളും അടങ്ങിയതാണ് ജൈവാംശം. ജൈവാംശം എന്ന് പറയുന്നത്, ബയോമാസ് എന്ന് പറയുന്നത് അല്ലേ, ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, റിമൈൻസ് ഓഫ് ക്രിയേച്ചേഴ്സ്. പ്ലാന്റ്സ് ഗ്രോ അബണ്ടൻലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ് അല്ലേ. നല്ലോണം ബയോമാസ് ഉള്ള ജൈവാംശം നല്ലോണം ഉള്ള മണ്ണിലാണ് പ്ലാന്റ്സ് നന്നായിട്ട് നല്ല റിച്ചായിട്ട് വളരുന്നത്. നല്ലോണം ഉണ്ടാവുന്നത് ജൈവാംശം കൂടുതലുള്ള മണ്ണുകളിലാണ് ചെടികൾ നന്നായി വളരുന്നത് അല്ലേ. നല്ലോണം ഗ്രോ ചെയ്യുന്നത് ഇങ്ങനത്തെ ബയോമാസ്, അതായത് ഈ ഡ്രൈ ലീവ്സും ഇങ്ങനത്തെ ക്രിയേച്ചേഴ്സിൻ്റെ റിമൈനിങ്സും പാർട്സ് ഓഫ് സ്റ്റെമ്മൊക്കെ ഉള്ള അങ്ങനത്തെ മണ്ണിലാണ് നമ്മുടെ പ്ലാന്റ്സ്, നമ്മൾ കുഴിച്ചിടുന്ന ചെടികളൊക്കെ നല്ലോണം വളരുക. അതായത് ജൈവവളം ഉണ്ടെങ്കിലല്ലേ നന്നായിട്ട് വളരുക. സോയിൽ വിത്ത് ബയോമാസ് ഈസ് ദി ഫുഡ് ഓഫ് എർത്ത് വേംസ്. ജൈവാംശമുള്ള മണ്ണാണ് മണ്ണിരയുടെ ആഹാരം. സോയിൽ വിത്ത് ബയോമാസ് ഉള്ള സോയിൽ അല്ലേ, ജൈവാംശമുള്ള മണ്ണാണ് ആരുടെ ഫുഡ്? എർത്ത് വേംസിൻ്റെ ഫുഡ്, ഭക്ഷണം. വേർ ഇസ് ദി സോയിൽ വിത്ത് മോർ ബയോമാസ് ഇൻ യുവർ ഹോം സറൗണ്ടിങ്സ്? ഫൈൻഡ് ഔട്ട്. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് കൂടുതൽ ബയോമാസ്, കൂടുതൽ ജൈവാംശമുള്ള മണ്ണുള്ളത് എവിടെയാണ്? നമ്മുടെ ഗാർഡനിലല്ലേ, പൂന്തോട്ടങ്ങളിലൊക്കെ നല്ല ബയോമാസ് ഉള്ള മണ്ണാണല്ലേ, നല്ല ചെടികളൊക്കെ വളരുന്ന സ്ഥലം. മണ്ണിലുള്ള ക്രിയേച്ചേഴ്സിന് ആവശ്യമായ ഫുഡ്, വാട്ടർ, എയറൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചിരുന്നില്ലേ. മണ്ണിൽ നിന്ന് തന്നെ. അപ്പോൾ മണ്ണിൽ എയർ ഉണ്ടോ, അതേപോലെ ഫുഡ് ഉണ്ടോ, അവർക്ക് വേണ്ടി വാട്ടർ ഉണ്ടോ, വെള്ളം ഉണ്ടോ എന്നൊക്കെ 3 എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ കണ്ടെത്തിയല്ലേ. എയർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, വാട്ടർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു,
അതേപോലെ ബയോമാസ് ഉണ്ടെന്ന്, അതായത് അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. നെക്സ്റ്റ് എന്താണ് ഇവിടെ കുറേ ഒരു പിക്ചർ ഉണ്ടല്ലേ, എന്താണ് ഒരു ഫാദറും മോനും എന്താണ് ക്ലേ വെച്ചിട്ടില്ലേ, മണ്ണ് ഉപയോഗിച്ചിട്ട് ഓരോ മോഡൽസ് ഓരോ ക്രിയേച്ചേഴ്സിനും ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ കളിമണ്ണുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് കുറേ ഇങ്ങനത്തെ രൂപങ്ങളും കുറേ ക്രിയേച്ചേഴ്സിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നെക്സ്റ്റ് ദർ ആർ ലാക്സ് ഓഫ് ക്രിയേച്ചേഴ്സ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദി സോയിൽ അല്ലേ. ലക്ഷക്കണക്കിന് ക്രിയേച്ചേഴ്സ് ഉണ്ട്, ജീവികളുണ്ട് മണ്ണിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് അല്ലേ. മണ്ണിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന കുറേ ജീവികൾ നമ്മൾ മണ്ണിര പോലത്തെ കുറേ ജീവികളെ കണ്ടു അല്ലേ. അതേപോലെ മണ്ണിൻ്റെ ഉള്ളിലും മണ്ണിൻ്റെ പുറത്തുമായിട്ട് എന്താണ് കുറേ ജീവികൾ ജീവിക്കുന്നുണ്ടല്ലേ. പ്ലാന്റ്സ് ഗ്രോ ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ അല്ലെ. മണ്ണിൽ നിന്നും വാട്ടറും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് വലിച്ചെടുത്തിട്ടാണ് പ്ലാന്റ്സ് വളരുന്നത്, ഗ്രോ ചെയ്യുന്നത് അല്ലെ. പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ വളരാൻ എന്താണ് മണ്ണിൽ നിന്നും കിട്ടുന്ന വെള്ളവും പോഷകങ്ങളും ആവശ്യമാണ്, വാട്ടറും മിനറൽസും വേണം. ക്രിയേച്ചേഴ്സ് ഇൻക്ലൂഡ് ഹ്യൂമൻ ബീൻസ് ഡിപ്പെൻഡ് ഓൺ ദി സോയിൽ ഫോർ മെനി പർപ്പസസ്. ഹ്യൂമൻസ് അടക്കമുള്ള ക്രിയേച്ചേഴ്സ് ജീവികൾക്ക് എന്താണ് മണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട് അല്ലേ. കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മണ്ണിനെ ആശ്രയിക്കുന്നുണ്ട്. വി ക്യാൻ സർവൈവ് ഓൺലി ബൈ പ്രൊട്ടക്റ്റിംഗ് ദി സോയിൽ ഫ്രം പൊല്യൂഷൻ. നമുക്ക് ജീവിക്കാൻ കഴിയുക, സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഈ മണ്ണിനെ പൊല്യൂഷൻ നിന്നും സംരക്ഷിക്കണം അല്ലേ, പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് മണ്ണ് മലിനമാകുന്നതിൽ നിന്നും നമ്മളെന്താണ് മണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിക്കണം. ആൻഡ് പ്രിസേർവിങ് ഇറ്റ് ഫ്രം ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. അതിനെന്താണ് പ്രിസേർവ് ചെയ്യണം അല്ലെ, സംരക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണം. പ്രിസേർവ് ചെയ്തിട്ട് മണ്ണിനെന്താണ് നമ്മൾ സൂക്ഷിച്ച് വെച്ച് എടുത്ത് വെക്കുകയും വേണം. നമ്മുടെ വാട്ടർ ആൻഡ് സോയിൽ എന്ന ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ വാട്ടർ എന്ന പാട്ട് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ഇട്ടിട്ടുണ്ട്, സോയിൽ എന്ന ഭാഗം രണ്ടാമത്തെ പാട്ടുമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്റസ് ആക്സസ് എന്ന ആക്ടിവിറ്റീസും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കുന്നതാണ്. ലെറ്റസ് അസസ് കംപ്ലീറ്റ് ദി കൺസെപ്റ്റ് മാപ്പ്. ഈ മാപ്പ് എന്താണ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വാട്ടർ ആൻഡ് സോയിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം അല്ലേ. അപ്പോൾ വാട്ടറിനെയും സോയിലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. കമ്പോണൻസ് ഇൻ ദി സോയിൽ, സോയിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? വാട്ടറിലെ വാട്ടറുണ്ട്, മിനറൽസ് ഉണ്ട്, ബയോമാസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് മണ്ണിൽ വാട്ടറും മിനറൽസും ബയോമാസും ഉണ്ട്. ക്രിയേച്ചേഴ്സ് ഇൻ ദി സോയിൽ, സോയിൽ മണ്ണിലുള്ള ക്രിയേച്ചേഴ്സ് ജീവികൾ ഏതൊക്കെയാണ്? വേംസ്, പുഴുക്കൾ, എർത്ത് വേംസ്, മണ്ണിര ആൻഡ് ലിയോൺസ്, കുയ്യാനകൾ ഒക്കെ മണ്ണിലുള്ള ജീവികളാണല്ലേ. നമുക്ക് കാണാൻ കഴിയാത്ത ജീവികളും ഉണ്ടല്ലേ മണ്ണിൽ. യൂസ് ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ യൂസ് ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ടു ഡ്രിങ്കിലെ നമുക്ക് കുടിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, ടു ബാത്ത് കുളിക്കാൻ, ഫോർ അഗ്രികൾച്ചറൽ പർപ്പസിലെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ സോഴ്സസ് ജലസ്രോതസ്സുകളിലെ വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്? സോഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? വെല്ല് അല്ലേ, കിണറിൽ നിന്ന് കിട്ടാറുണ്ട്. ബോർവെല്ല്, കുയൽ കിണറിൽ നിന്ന് കിട്ടാറുണ്ട്. പോണ്ട്, കുളങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട്. റിവർ, പുഴകളിൽ നിന്ന് അല്ലേ വെള്ളം കിട്ടുന്ന സോഴ്സുകളൊക്കെ ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച് ദി റിവർ സൈഡ് ടു പ്ലേ. എന്താണ് കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടനും ഫ്രണ്ട്സ് എന്താണ് റിവറിൻ്റെ പുഴൻ്റെ സൈഡിലെത്തി. ദേ ത്രൂ ദി സ്വീറ്റ് വേപ്പേഴ്സ് ഇൻ ടു ദി വാട്ടർ. അവരെന്താണ് വെള്ളത്തിലേക്ക് മിഠായിൻ്റെ കവർ എന്താണ് എറിഞ്ഞു. എ ഫിഷ് ഫ്രം ദി റിവർ ടോൾഡ് ദം. അല്ലെങ്കിൽ റിവറിലുള്ള എന്താണ് ഒരു ഫിഷ്, ഒരു മീൻ എന്താണ് അവരോട് എന്താണ് പറഞ്ഞത്? ദി റിവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ് ജസ്റ്റ് ആസ് യുവർ ഹോം ടു യു. ഞങ്ങൾക്ക് എന്താണ് ഈ റിവർ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എങ്ങനെയാണോ ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതൊന്നും വലിച്ചെറിയാറില്ലല്ലോ. അതേപോലെ തന്നെ ആണ് അവർക്ക് റിവർ എന്ന് പറയുന്നത് അവരുടെ ഹോമാണ്. അവർക്ക് അതുപോലെ അത് പ്രധാനപ്പെട്ടതാണ്. ഡു യു എഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? നിങ്ങൾ ഈ ഒപ്പീനിയനോട്, ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? വൈ, എന്തുകൊണ്ട്? യെസ്, ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് പൂർണ്ണമായി യോജിക്കുന്നു. റിവേഴ്സ് ആൻഡ് പോൺസ് ആർ ഹോംസ് ഓഫ് ഫിഷസ്. മീനുകളുടെ എന്താണ് ഹോമാണല്ലേ, വിവാസസ്ഥലമാണ്, വീടാണ് റിവറും പോൺസും ഒക്കെ അല്ലേ. ദേ ലീവ് ദർ, അവരെന്താണ് അവിടെ ജീവിക്കുകയാണ് അല്ലേ, അവരുടെ വാസസ്ഥലമാണ്, ഹാബിറ്റേറ്റ് ആണ്. വെൻ വി ത്രോ പ്ലാസ്റ്റിക്സ് ഇൻ ടു വാട്ടർ സോഴ്സസ് ഇറ്റ് വിൽ ബി എ ബിഗ് ത്രെറ്റ് ടു ദി ലൈഫ് ഓഫ് ദി ഫിഷസ്. നമ്മളെന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റിലെ വെള്ളത്തിലേക്ക് എറിയുകയാണെങ്കിൽ, ത്രോ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് നമ്മൾ മീനുകളോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണല്ലേ. അവർക്ക് എന്താണ് അവിടെ ജീവിക്കാൻ കഴിയാതെ പല ഫിഷസും എന്താണ് മരിച്ചു പോകുമല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്ട് ദി വാട്ടർ സോഴ്സസ്. അല്ലെ, ഈ വെള്ളത്തിൻ്റെ സോഴ്സസ് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അല്ലേ. ഇതിനെ കുറിച്ചിട്ടൊരു അവയർനെസ് ക്ലാസ് ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവരെയും കേൾപ്പിക്കുക. നമ്മളെന്താണ് ഇങ്ങനെയൊന്നും വെള്ളം മലിനമാക്കരുത്, വെള്ളം നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കുറേ യൂസസ് ഉണ്ട് വെള്ളം കൊണ്ട് എന്നൊക്കെ പറയാം. അതുപോലെ അതിന് വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നമുക്ക് പ്ലക്കാർഡുകളും പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കാം അല്ലേ. എന്താണ് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ്. കളക്ട് സം സ്റ്റോൺസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ക്രഷ് ദം വെൽ. ഡിഫറെൻറ്റ് കളേഴ്സുള്ള സ്റ്റോൺസ്, കല്ലുകൾ എടുത്തിട്ട് അത് ക്രഷ് ചെയ്യാൻ നല്ലോണം പൊടിക്കുക. ഡ്രോ പിക്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് അതർ തിങ്സ് ഓൺ എ ചാർട്ട് പേപ്പർ. ഒരു ചാർട്ട് എടുത്തിട്ട് ഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൻ്റെ പിക്ചർ, ഒരു ചിത്രം വരയ്ക്കുക. ആൻഡ് സ്റ്റിക്ക് ദി പൗഡേർഡ് സോയിൽ ഇൻ ദി
പിക്ചർ യൂസിങ് ഗമ്മ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഈ ക്രഷ് ചെയ്തില്ലേ, ഈ കല്ല് പൊടിച്ചില്ലേ, സ്റ്റോൺസ് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ മണൽത്തരികൾ എന്താണ് ഗമ്മ് എടുത്ത് വെച്ചിട്ട് ആ ഫ്ലവറിൻ്റെ മേലെ ഗമ്മ് ഇട്ടിട്ട് മൺതരികൾ ഇങ്ങനെ വിതറിയാൽ അത് ഒട്ടി പിടിക്കില്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. ഓർഗനൈസ് ആൻ എക്സിബിഷൻ ഇൻ യുവർ സ്കൂൾ യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ കളക്റ്റഡ്. നിങ്ങൾ കളക്ട് ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽസിലെ മണ്ണുകൾ പലതരമുണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എത്രയാണ് നമ്മുടെ ചാപ്റ്റർ ഉള്ളത്. നമ്മുടെ വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററും അതിലെ ആക്ടിവിറ്റീസും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു പുതിയ ചാനലാണ്. പതിയെ എല്ലാ ക്ലാസ്സിൻ്റെതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.